മീ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. ക്വസ്റ്റ്യൻ DP12. എത്രയാണ് നെറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത്? 8 ലക്ഷം റുപ്യ. പ്രോഫിറ്റ് എത്ര നേടി? 1,60,000. ഈ ക്വസ്റ്റ്യൻ തന്നെയല്ലേ മുകളിലൂടെ കൊണ്ട്. ദ നോഷണൽ ക്യാപിറ്റൽ എത്രയാണ് പറഞ്ഞത്? ക്യാപിറ്റൽ കോസ്റ്റ് 12%. അഥവാ മിനിമം എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ. നമുക്കറിയുന്നല്ലേ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? മിനിമം അത്രയെങ്കിലും റിട്ടേൺ ആവണ്ടേ അല്ലേ? നമ്മൾ ബോറോ ചെയ്ത ഫണ്ടല്ലേ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇപ്പോൾ അതിൽ ഈ 8 lakh എന്ന് പറഞ്ഞാൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഏതിനാണ്? 8 lakh റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റലിനല്ലേ? ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടല്ലേ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്യാപിറ്റൽ നമുക്ക് കാണാൻ അല്ലെങ്കിൽ എന്താ പറയുക അക്വയർ ചെയ്യാൻ നേടിയെടുക്കാൻ വേണ്ടി വന്ന കോസ്റ്റാണ് ഇത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ആ ക്യാപിറ്റൽ തന്നെ 2 എണ്ണം ഉണ്ടാവും. ഏതുണ്ടാവും? ഡെപ്റ്റ് ഉണ്ടാവും, പിന്നെ ഏതുണ്ടാവും? ഇക്വിറ്റി ഉണ്ടാവും. ഡെപ്റ്റിന് KD അല്ലേ, അങ്ങനെ പഠിച്ചില്ല നിങ്ങൾ. പിന്നെ മറ്റൊരുത്ത് ഏതാണ്? അപ്പോൾ KE, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അപ്പോൾ ഈ 2 സാധനം കൂടെ എന്ത് ചെയ്യണം? കൂട്ടിയിട്ട് ഒരു സാധനം കാണും. എന്താ? WACC, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. WACC എന്ന് പറയും. KO എന്ന് പറയല്ലേ? ഓക്കെ, ഗ്രേറ്റ്. KO, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അങ്ങനെ പറഞ്ഞത്. ഓക്കെ, WACC എന്ന് അങ്ങനെ പറയാറുണ്ടോ? യെസ്. ദിസ് ഈസ് ദ കമ്പനീസ് ടാർഗറ്റ് റിട്ടേൺ ആണ്. ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ. എത്രയാണ്? 1 ലക്ഷം റുപ്യയുടെ ഒരു പുതിയ പ്രൊജക്റ്റ് വന്നിട്ടുണ്ട്. ആ പ്രൊജക്റ്റിന് 4 year ലൈഫ് ഉണ്ട്. ഓരോ വർഷം ഈച്ച് ഇയറിൽ എത്ര രൂപയാണ്? 15. നമ്മളപ്പോൾ ഒരു വർഷത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എത്ര എടുത്താൽ മതി? 15×4 ആക്കണം. അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ അല്ലേ? നമുക്ക് ആ വർഷത്തെ എടുത്താൽ മതി. മുകളിലത്തെ 1,60,000 ഒരു വർഷത്തല്ലേ അല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ 15 ആഡ് ചെയ്യാൻ പാടുള്ളൂ. എത്ര ചെയ്ത് ഇനി 4 വർഷം കണ്ടാലും എന്ത് ചെയ്യരുത്? 15×4 അടിച്ചിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. റിക്വയർഡ് പറഞ്ഞ എന്തെന്നാണ്? ഒന്നിൽ ROE കാണാൻ പറഞ്ഞു, മറ്റേത് കാണാൻ പറഞ്ഞിട്ട് ROI. അത് 2 തരത്തിൽ പറയുന്നുണ്ട് അവർ. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ എത്ര ROI കിട്ടും, ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ എത്ര എന്ത് കിട്ടും? ROI കിട്ടും. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? പർട്ടിക്കുലർ, പിന്നെ അതാ വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, മറ്റേതാണ് വിത്ത് ദ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പറയുമ്പോൾ അഡീഷണൽ ആയിട്ട് വന്ന ന്യൂ പ്രൊജക്റ്റ് ആട്ടോ ഉദ്ദേശിച്ചത്. ഓക്കെ അല്ലേ? ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ നിങ്ങൾക്ക് പൈസ കിട്ടില്ലല്ലോ. ബേസിക് ആയിട്ടുള്ള ഈ 8 ലക്ഷം അല്ലേ, അതെന്തായാലും ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ദ. അത് കൂടാതെ ഈ 1 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണോ വേണ്ടേ എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ROI ഉണ്ടാവുക ഏതാണോ അത് നമ്മൾ എന്ത് ചെയ്യും? ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കാം. ജസ്റ്റ് വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ എത്ര ROI വരും? അപ്പം തന്നെ കാണാം. എത്രയാ? 1,60,000 എടുത്തോ കാൽക്കുലേറ്റർ. ഡിവൈഡഡ് ബൈ 8 lakh × 100 എത്രയാ? 20% കിട്ടില്ലേ? ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ നിങ്ങളുടെ പ്രോഫിറ്റ് 1,60,000 പ്ലസ് എത്ര പ്രോഫിറ്റ്? 15. അപ്പം എത്ര? 1,75,000 ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റ്മെന്റ് 8 പ്ലസ് എത്ര ഇൻവെസ്റ്റ്? 1 ലക്ഷം. എത്ര? 9 ലക്ഷം. അപ്പം എത്ര വരും? 19. നിങ്ങൾ ചെയ്യോ? വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇത് നല്ലത്. തെറ്റിദ്ധരിക്കരുത്. 8 ലക്ഷം ബേസിക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് നിലവിലിട്ടാണ്. ഇനി ന്യൂ പ്രൊജക്റ്റിന്റെ കഥയാണ് പറയുന്നത്. ഇതേപോലെ ROI കാണണം. നമുക്ക് ചെയ്യാൻ ROI കാണാൻ പിന്നെ പ്രശ്നത്തില്ല. ക്വസ്റ്റ്യൻ നമ്മൾ ഫുള്ളായി വായിച്ചില്ലല്ലേ? 1 minute, സോറി. ഇതാ ആ ക്വസ്റ്റ്യൻ്റെ ഭാഗം ഒന്ന് വായിക്കാം. എന്താ? വാട്ട് വുഡ് ബി വായിക്കേ? ROI വിത്ത് ആൻഡ് വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ്. ബേസ് യുവർ കാൽക്കുലേഷൻ ഓൺ ഓപ്പണിംഗ് ബുക്ക് വാല്യൂ. അഥവാ ഈ ബുക്ക് വാല്യൂ നമുക്ക് എന്ത് തന്നിട്ടില്ല? ക്ലോസിങ് തന്നിട്ടില്ല. അങ്ങനെ എന്തിനാ പറയണത്? ഓക്കെ അല്ലേ? നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇത് നമുക്കിപ്പോൾ എന്തെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് ഏതാന്ന് വിചാരിച്ചോളൂ? ഓപ്പണിംഗ് ആണെന്ന് വിചാരിച്ചോളൂ ഈ അസറ്റിൻ്റെ വില. ഓക്കെ അല്ലേ? അതൊരു ഇല്ലോജിക്കൽ സാധനമാണ്. ഇനി ക്വസ്റ്റ്യനിൽ ക്ലോസിങ് തന്നിട്ട് എങ്ങനെ അറിയില്ലേ? ഓപ്പണിങ് ക്ലോസിങ് തന്നിട്ടുണ്ടെങ്കിൽ എന്തെടുക്കുക? ആവറേജ് എടുക്കുക. ക്ലോസിങ് തന്നാൽ എന്തെടുക്കുക? അതിനാണ് എന്ത്? ആവറേജ് എടുത്താൽ മതി. ഓപ്പണിങ് തന്നിട്ടുള്ളൂ, ക്ലോസിങ് തന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്തിൻ്റെ മുകളിൽ കാണാം? ഓപ്പണിംഗ് ആണ് എന്ത്? ആവറേജ്. അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പോൾ അത് വെറുതെ ഇതാക്കാൻ വേണ്ടി തരുന്നതാണ്. പക്ഷെ ഇതിൽ നിന്നൊരു നോളജ് കിട്ടിയിട്ടുണ്ട്. എന്താണ്? ഓപ്പണിംഗ് മാത്രമാണെങ്കിലും അതെടുത്തിട്ട് എന്ത് ചെയ്യാം?
would തന്നിട്ട് ഇത് കണ്ടാൽ മാത്രം പോരാ. would the investment center manager wishes to undertake the investment performance is judged or ROIനെ ബേസ് ചെയ്തിട്ട് അത് എടുക്കില്ല എന്ന് തീരുമാനിക്കണം. നമ്മൾ തീരുമാനിച്ചിട്ട് എടുക്കാൻ പോകണില്ല, 20 ഉള്ളത് ഇത്രയും 19 സംതിങ് കുറയും, എടുക്കൂല. അടുത്ത് ഇതേപോലെ ഇതുകൊണ്ട് RI വെച്ചിട്ടും ചെയ്യാൻ പറയും, സെയിം സാധനം തന്നെയാണ് പറയുന്നത്, എന്നിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ ROI പറഞ്ഞു, ഇവിടെ ഇത് RI പറഞ്ഞു ചെയ്യാം. കമ്പ്യൂട്ടേഷൻ ഓഫ് DP ഏതായിരുന്നു നോക്കില്ലേ, 12. കമ്പ്യൂട്ടേഷൻ ഓഫ് എന്താ കണ്ടത്, ROI. എന്നിട്ട് ഇതേപോലെ 2-3 കോളം കൊടുക്കാം. ഒന്നേതാ, വിത്തൗട്ട് ദ ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെ എഴുതിക്കോ, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ വരും. ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ്. മറ്റേതാണ് വിത്ത് ദ ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രോഫിറ്റ് അല്ലേ, ഇവിടെ എത്ര പ്രോഫിറ്റ് വരെ, 1,60,60,000. അങ്ങനെ എഴുതണ്ടല്ലോ, ജസ്റ്റ് ഇക്വേഷൻ ഇട്ടാൽ മതി. ROI ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ, ഇവിടെ അസറ്റ് എന്നല്ല തന്നിട്ടുള്ളത്, ക്വസ്റ്റ്യൻ എന്താ തന്ന അതിനനുസരിച്ച് അസറ്റ്, നെറ്റ് അസറ്റ് ഇൻറ്റു 100 അല്ലേ. പ്രോഫിറ്റ് 1,60,60,000 ഡിവൈഡഡ് ബൈ 8 ലക്ഷം ഇൻറ്റു 100, നിങ്ങൾക്കറിയാം 20% ആണ്. മറ്റടുത്ത് 1,60,60,000 കൂടാതെ ഒരു 15,000 രൂപ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ കിട്ടും. അപ്പോൾ 8 ലക്ഷമുള്ള അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1 ലക്ഷം അല്ലേ, 1 ലക്ഷം കൂടെ കൂട്ടിയിട്ട് എത്രയാവും മാറും, 9 ലക്ഷം മാറും. അപ്പോൾ 1,70,70,000 ഡിവൈഡ് ബൈ 9 ലക്ഷം ഇൻറ്റു 100 എത്ര, 19.4%. പ്രയാസപ്പെടുത്തുന്നുണ്ട്, പർച്ചേസ് ചെയ്യാനാണ് പറഞ്ഞവർ. ചെയ്യാം. ഓക്കെ അല്ലേ, ROI കിട്ടി. ഇങ്ങനെ എഴുതിയിട്ടാൽ മാത്രം കിട്ടൂല മാർക്ക്. അവർ ചോദിക്കേണ്ട ROI കണ്ടിട്ട് അതിനനുസരിച്ച് ഡിസിഷൻ എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം, അവർക്ക് പറഞ്ഞു കൊടുക്കാം. എഴുതി നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാം. പറയാം. Based on ROI, the investment center, based on ROI, based on ROI, the investment center will not accept the new project. Will not accept the new project with a cost of rupees 1 lakh. Will not accept the new project with the cost of rupees 1 lakh. With the cost of rupees 1 lakh. Because it is reduced the ROI. It is reduced the ROI. ഈ സമാനമായിട്ട് ഈ വില്ലാക്കി നന്ന, it will reduce the ROI to എത്രയാണ്, 19.4% from 20%. നമുക്ക് ഇതേപോലെ ഏതും കാണണം, റെസിജ്വൽ ഇൻകം കാണണം. നമ്പർ 2 അല്ലേ, 2 തന്നെയല്ലേ, B ആണ്. മുകളിലത്തെ ഏതായിരുന്നു, A ആയിരുന്നു, ഇനി അടുത്ത ഏതാണ്, B.
computation of RI. Computation of RI. RI. Residual income. എന്തെന്ന് residual income കാണാൻ? RI is equal to, പറയൂ, ഞാൻ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നോക്ക്, ഓപ്പറേറ്റിംഗ് നോക്കടാ ഇൻകം മൈനസ് ഏതാ എക്സ്പെക്റ്റഡ് റിട്ടേൺ. എന്നിട്ട് എക്സ്പെക്റ്റഡ് റിട്ടേൺ കാണാൻ ഇവിടെ ഇക്വേഷൻ എഴുതി വെക്കുക, എന്താ ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെങ്കിൽ നെറ്റ് അസറ്റ് ഇൻറ്റു എത്രയാണ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. എന്നിട്ട് എന്ത് കിട്ടും? അപ്പോൾ ഡയറക്റ്റ് RI കിട്ടും. ഓപ്പറേറ്റിംഗ് ഇൻകം ഇവിടെ എത്രയാണ്? ഇത് ഏതായിരുന്നു? വിത്തൗട്ട് accepting the new project. ഇതേതാ? വിത്ത് accepting. ഇവിടെ 1,00,000 എത്ര വരും നോക്കുമോ? 60,000. ഇവിടെ എത്ര വരും? 1,75,000. ഇനി എക്സ്പെക്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇവിടെ എത്ര വരാം? 8,00,000-ന്റെ എത്ര ശതമാനം പറ? 12%. എത്ര വരും? 96,000. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ എത്ര വരും? 64,000 വരും. തൊട്ട് മുൻപ് ദിവസത്തിൽ ചെയ്തല്ലേ. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് 8,00,000 പ്ലസ് 1,00,000, അങ്ങനെ എത്ര വരും? 9,00,000-ന്റെ 12% എത്ര വരും? 1,08,000. ലെസ് ചെയ്താൽ എത്ര വരും? 67,000. ഒന്ന് പറയൂ, നോക്ക്, ഒന്ന് ചോദിക്കട്ടെ. RI കൂടുന്നത് എവിടെയാ? അക്സെപ്റ്റ് ചെയ്താലാ. ഓക്കെ അല്ലേ? അപ്പോൾ RI വെച്ചിട്ട് എന്താ ഡിസിഷൻ പറഞ്ഞേ? ദ കമ്പനി അല്ലെങ്കിൽ ദ ഡിവിഷൻ ഷുഡ് ഏതാണ്? ആക്സെപ്റ്റ് ദ പ്രൊജക്റ്റ് ബേസ്ഡ് ഓൺ പറയടാ RI. അത്ര പറയണുള്ളൂ. ഇനി രണ്ടും കൂടെ ഉള്ളത് അവർ തീരുമാനിച്ചോട്ടെ. നമുക്ക് തന്ന ഇൻഫർമേഷൻ വെച്ച് രണ്ടും പറഞ്ഞു. ദാറ്റ്സ് ഓൾ.